യഥാർത്ഥത്തിൽ നമുക്ക് ഈ പാലക്കാടിലെ പിന്നെ ഫലങ്ങളെ വിലയിരുത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു കാര്യം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം പല ആശങ്കകളും ഉണ്ടായിരുന്നു. നമുക്കറിയാം DCCയുടെ ഭാഗത്ത് നിന്ന് പോയ ഒരു കത്ത് പിന്നീട് പുറത്തു വരിക വരെ ചെയ്തു. VK ശ്രീകണ്ഠൻ രാഹുലിനോടൊപ്പമല്ല, രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് യോജിപ്പില്ല എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്ന ഒരു കത്തായിരുന്നു അത്. പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അത് പലരും അത് അംഗീകരിച്ചിട്ടില്ല എന്ന തരത്തിൽ, അതായത് ഷാഫിയുടെ മാത്രം കാൻഡിഡേറ്റ് ആണ് എന്ന തരത്തിൽ, കൂട്ടായ ചർച്ച ഉണ്ടായില്ല എന്ന തരത്തിൽ. അപ്പോൾ അതൊക്കെ മറികടന്ന് അതൊക്കെ തെരഞ്ഞെടുപ്പിലെ ആദ്യ ഘട്ടങ്ങളിൽ നടന്നു കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് പക്ഷേ UDF എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുക എന്ന് നമ്മളുടെ ആ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലയിൽ പ്രവർത്തിച്ചു. നമുക്ക് അറിയേണ്ടത് ഈ മികച്ച വിജയം, രാഹുലിൻ്റെ ഈ മികച്ച വിജയം യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ എന്നിവരൊക്കെ അടങ്ങുന്ന ഒരു ടീമിൻ്റെ ഒരു വലിയ വിജയമായി ഇപ്പോൾ കാണാം. ആ വിജയം കോൺഗ്രസിനെ പാലക്കാട്ട് എവിടെയാണ് എത്തിച്ചിരിക്കുന്നത്? പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇനി BJPക്ക് അവിടേക്ക് പ്രതീക്ഷയൊന്നും വേണ്ട. 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇനി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നതിലേക്ക് എത്തിക്കാൻ UDF-ന് സാധിച്ചിട്ടുണ്ടോ? UDF ക്യാമ്പിന് ആകമാനം ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്ന വലിയ വിജയമാണ് പാലക്കാട് ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഓരോ തവണ കഴിയുന്തോറും BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ UDF വിജയിക്കുന്ന നേരിയ വിജയത്തിലാവുകയും അങ്ങനെ ഒരുപക്ഷെ LDF ക്യാമ്പിൽ നിന്ന് തന്നെ വോട്ടുകൾ കടം നൽകേണ്ട അവസ്ഥയിലേക്ക് UDF പോവുകയും ചെയ്തൊരു മണ്ഡലം ആയിരുന്നു ശരിക്കും പാലക്കാട്. അങ്ങനെ തന്നെയായിരുന്നു പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. നമുക്കറിയാം 3759 എന്ന് പറഞ്ഞ നേരിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞോണ മെട്രോമാൻ ശ്രീധരനെതിരെ ഷാഫി പറമ്പിൽ വിജയിക്കുമ്പോൾ സ്വാഭാവികമായും ഇടത് അനുഭാവികളുടെ വോട്ടുകൾ കൂടി ലഭിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അത് കോൺഗ്രസ് കൂടി സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത്തരമൊരു ദുർബലാവസ്ഥയിൽ നിന്നും അത്തരം നേരിയ ഒരു ഘട്ടത്തിൽ നിന്നും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് BJPയുടെ അതിപ്പോഴത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയെങ്കിൽ പോലും BJPയുടെ നഗരത്തിലെ കോട്ടകൾ തകർക്കാൻ ആയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 6232 എന്ന് പറയുന്ന വലിയ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ ശ്രീധരൻ പാലക്കാട് നഗരസഭയിൽ മാത്രം നേടുന്നത്. ആ ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ തോൽക്കുമെന്ന് തന്നെ വിലയിരുത്തിയ ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിൽ നിന്ന് മാറി തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ 4000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ശരിക്കും നഗരസഭയിൽ മാത്രം 4169 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 10,000 വോട്ടിന്റെ ഡിഫറൻസ്, 10,000 വോട്ടിന്റെ മേൽക്കൈ ശരിക്കും UDF നഗരസഭയിൽ നേടിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വലിയ പ്രതീക്ഷകൾ ശരിക്കും UDF-ന് നൽകുന്നുണ്ട്. നിലവിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപക്ഷെ മാറി BJP വന്നാൽ പോലും ഈ ഒരു ആഘാതത്തിൽ എത്രത്തോളം കരകയറാൻ കഴിയുമെന്നതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ പാലക്കാട് നഗരസഭ ലക്ഷ്യമിട്ടുകൊണ്ട് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ പിടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറാൻ വളരെയധികം സഹായകരമാകുന്നതാണ് ഈ വിജയമെന്ന് പറയാതെ വയ്യ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രമോദ് സൂചിപ്പിച്ചതുപോലെ അതിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. VK ശ്രീകണ്ഠൻ പോലും അംഗീകരിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം വരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. DCCയുടെ കത്ത് വരെ പുറത്തു വന്നത് അതിന് തെളിവായി മാറുകയും ചെയ്തു. അതേസമയം ഒരു പ്രശ്നം വന്നപ്പോൾ നമുക്കറിയാം, പാതിരാ പരിശോധന എന്ന് പറയുന്ന ഒരു വെല്ലുവിളി കോൺഗ്രസ് മുന്നിൽ വന്നപ്പോൾ അത് ഷാഫി പറമ്പിലിനൊപ്പം തോൾ ചേർന്നുകൊണ്ട് പൊരുതി അതിനെ മറികടക്കുന്ന ഒരു VK ശ്രീകണ്ഠൻ നമ്മൾ കാണുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ആലങ്കാര പദവിയായി നിൽക്കുകയല്ല, പകരം ഓരോ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കൃത്യമായി നേതൃത്വം നൽകിക്കൊണ്ട് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടടിച്ച് കഴിയുമ്പോൾ കണക്കെടുത്തതിന് ശേഷം 12,000 മുതൽ 15,000 എന്ന് പറയുന്ന കൃത്യമായൊരു ഭൂരിപക്ഷം വരെ പ്രവചിച്ച VK ശ്രീകണ്ഠൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ, ഒരു MPയെ, ഒരു അടിത്തട്ടിൽ പ്രവർത്തനങ്ങളുള്ള ഒരു നേതാവിനെ നമ്മൾ കാണുന്നു. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ജനങ്ങളുടെ പൾസറിയുന്ന ഒരു യുവ നേതാവിന്റെ പകിട്ട് ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നുകൂടി ഇവിടെ കാണുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉന്നയിച്ചെന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിന് 180 ബൂത്തുകളിലും പാലക്കാട് 180 ബൂത്തുകളിലും ബന്ധങ്ങളുള്ള അവിടങ്ങളിലൊക്കെ തന്നെ വോട്ട് ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ഷാഫിയുടെ നിർദ്ദേശത്തിന് സ്വാഭാവികമായും ഒരു വെയിറ്റേജ് നൽകേണ്ടി വരും. അങ്ങനെ VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ഒക്കെ തന്നെ ഒരുമിച്ച് നിന്ന് ഈ വിജയം നേടുമ്പോൾ സ്വാഭാവികമായും വലിയ ആത്മവിശ്വാസം നൽകുന്നു. മാത്രമല്ല പിരായിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപക്ഷെ BJP ഇതുവരെ പറഞ്ഞിരുന്നത് BJP കുറെ ഒരു 3 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ അവിടെ നേടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കുറച്ച് കടന്നു കയറാനും UDF-ന്റെ വോട്ട് കട്ട് ചെയ്യാനും ശ്രമിക്കുമെന്ന് BJP പറയുന്നു. അത് നടന്നില്ല. അവിടെയും 6,000-ലധികം ഭൂരിപക്ഷം നേടി. മാത്രമല്ല LDF ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം കണ്ണാടിയിലും മാത്തൂരിലും LDF-ന്റെ കേന്ദ്രങ്ങളിൽ ഇത്തവണ
കോൺഗ്രസിന് വോട്ട് കൊടുക്കില്ല എന്ന് മാത്രമല്ല LDF-ന് പരമാവധി വോട്ടുകൾ ശേഖരിക്കും. മാത്രമല്ല UDF-നെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരു സമീപനമായിരുന്നു CPM ഉടനീളം സ്വീകരിച്ചത്. കാരണം തുടക്കം മുതൽ വിഭാഗീയത, സരിനെ സ്ഥാനാർത്ഥിയാക്കുന്നു, ഷാനുവിനെ കൊണ്ടുവരുന്നു, മറ്റു പലരെയും പ്രാദേശിക നേതാക്കളെ കൊണ്ടുവന്നു. പിരായിരി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പറെ തന്നെ അവിടുന്ന് പിന്നെ UDF ക്യാമ്പിൽ നിന്നും LDF-ലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും കൃത്യമായ ആക്രമണം നടന്നു. സന്ദീപ് വാര്യരെ കോൺഗ്രസ് എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ മുൻ പ്രസ്താവനകൾ, നേരത്തെ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തെല്ലാം മറന്നുകൊണ്ട് മുൻ പ്രസ്താവനകൾ ആയുധമാക്കിക്കൊണ്ട് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത്രയും അറ്റാക്കുകളെയൊക്കെ തന്നെയും നേരിടാൻ, പ്രതിരോധിക്കാൻ, താഴെത്തട്ടിൽ കൃത്യമായി തന്നെ മെസ്സേജുകൾ അയക്കാൻ, സന്ദേശങ്ങൾ നടത്താൻ, പ്രചരണങ്ങൾ നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് UDF വന്നു എന്നുള്ളത് സംസ്ഥാന തലത്തിൽ തന്നെ UDF-ന് ശരി. അസ്ലം, ഞാൻ